സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. സാഹിത്യം തീർത്തും ജീവിതഗന്ധിയാണ്. അനുഭവങ്ങളുടെ ശക്തി സൗന്ദര്യമാണ് ഈ ശാഖയുടെ പ്രത്യേകതയും. എന്നാൽ അതിൽ തന്നെ ഉദാത്തമായൊരു മേഖലയാണ് ആത്മീയതയുടെ നിഗൂഢ സൗന്ദര്യം. തൻ്റെ തൂലികയാൽ അതിനെ ആവാഹിച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ നമുക്കിടയിലുണ്ട്. സർഗതപസ്സിന്റെ ഇടവേളകൾ അദ്ദേഹം നമുക്കായി തുറന്നു വയ്ക്കുന്നു. വരൂ, ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഏലവ മനോഹരമൊരു പൂ കയ്യിൽ പേറി നീലവാനിനെ നോക്കി പ്രാർത്ഥിപ്പൂ ചെന്താമര. സിന്നമാങ്കരങ്ങളാൽ സമർപ്പിക്കുന്നേൻ ദാസി തന്നേക സമ്പാദ്യത്തെ സ്വീകരിക്കണമേ പ്രഭോ. ഘോരതാപത്തിൽ വെന്തു നൊന്തിവൾ തപ്പിത്തേടി ഏറനാൾ ചളിക്കുണ്ടും മറ്റൊന്നും ലഭിച്ചില്ല. പങ്കലേശമേശാത്ത പവിത്രൻ തിരുമുമ്പിൽ പങ്കജം സമർപ്പിപ്പതൊക്കെയും അശുദ്ധമാം. 1000 തങ്കപ്പൂക്കൾ പ്രാചിയിൽ വിടർത്തുന്നോൻ ഈ ഉപഹാരം പാർത്താൽ അതിക്ഷുദ്രവുമാകാം. രാവിലും ചെളിക്കുണ്ടിൽ പണിതു പുലരും ഈ പാവം ഞാൻ മറ്റെന്തേകാൻ സദയം ക്ഷമിക്കണേ. ചെറുപ്പകാലം തൊട്ടു തന്നെ ജോസഫിൽ ഒരു എഴുത്തുകാരൻ വളരുന്നുണ്ടായിരുന്നു. കവിതയിലായിരുന്നു തുടക്കം. ഇഷ്ടകവിയാകട്ടെ ചങ്ങമ്പുഴയും. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലാണ് കവിത എഴുത്തു തുടങ്ങിയത്. അന്ന് കവിത എഴുതി സാർമാരെ, പ്രത്യേകിച്ചും മലയാള അധ്യാപനെ കാണിക്കുമായിരുന്നു. സാറ് പ്രോത്സാഹനം തന്നു. പിന്നെയും എഴുതാറായി. ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ചങ്ങമ്പുഴയാണ്. കാരണം അന്നത്തെ ആ ഗ്രാമീണ ശൈലിയിൽ ചങ്ങമ്പുഴയുടെ വർണ്ണനകളൊക്കെ എന്നെ വളരെയേറെ ഹഠാതാകർഷിച്ചിട്ടുണ്ട്.
മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരകക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മനവും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി. എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലും തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തെരുതെര പൂമഴയായി പിന്നെ. രമണനെ പോലെയുള്ള ആ ഒരു മോഡലിൽ ഒരു കാവ്യം രചിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് രചിച്ചു. അതതിന് ശേഷം 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം പിന്നെ സെമിനാരി ചേർന്ന കാലത്താണ് അത് ഒരു കവിതയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ രമണൻ്റെ മോഡലിലാണ്. രമണനെ പോലെ തന്നെ ആദ്യം സംഗതി തുടങ്ങി അവസാനം ഒരാളുടെ കുത്തേറ്റ് ആ കുടുംബത്തിൻ്റെ നാഥൻ മരിച്ചു പോകുന്നതായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അത് മാച്ചന്മാരെയൊക്കെ കാണിച്ചു. അവർ തിരക്കുകളിൽ കൊള്ളാകുമ്പോൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് വരിയിലും പിന്നെ അന്നത്തെ മലയാളം പ്രൊഫസറെ കാണിച്ച് അച്ഛൻ പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ കാലം കഴിഞ്ഞു പോയി പാട്ടിൻ്റെ കാലം കഴിഞ്ഞു, അതുകൊണ്ട് അത് നമുക്ക് സ്റ്റോപ്പാക്കുക, ഗദ്യം എഴുതി പഠിക്കുക എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കവിതകളിലേക്ക് അധികം ശ്രദ്ധിച്ചില്ല. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽ താൻ എഴുതിയ ഒരു കവിതയുടെ കഥ അച്ഛൻ തന്നെ പറയും. കുട്ടിക്കാലത്തു തന്നെ മനുഷ്യ മനസ്സിൻ്റെ നൊമ്പരങ്ങളെക്കുറിച്ച് ഈ വൈദികൻ ബോധവാനായിരുന്നു. തീർച്ച. മലബാറിലേക്ക് ഒരാൾ കുടിയേറുകയാണ് ചെയ്യുന്നത്. അവൻ്റെ സ്ഥലം മേടിക്കാൻ ആളില്ല. അതുകൊണ്ട് അയൽക്കാരന് പകുതി വിലയ്ക്ക് അത് വിട്ടുകൊടുത്തിട്ട് മലബാറിലേക്ക് തിരിക്കേണ്ട ഒരു ഗതികേട് അവനുണ്ടായി. അവൻ മലബാറിലേക്ക് യാത്രയാകുന്നു. മലബാറിൽ വന്ന് സ്ഥലം വാങ്ങി അവിടെ താമസിക്കാനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ സഹായം ഓഫർ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് വർക്ക് ചെയ്യാൻ അവനെ ചതിക്കുകയായിരുന്നു എന്നുള്ളത്. ആ സ്ഥലത്തിന് കാര്യമായ രേഖയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ പരാതിപ്പെട്ടു. പല പ്രാവശ്യം പരാതിപ്പെട്ട് വർക്കിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തിരിച്ച് ഒരു രാത്രിയിൽ വർക്കി വന്ന് അവനെ കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെ ആ കഥാനായകൻ മരിക്കുന്നതാണ് അതിലെ ഇതിവൃത്തം. പിന്നീട് കവിതയിൽ നിന്നും ജീവിതഗന്ധിയായ ലേഖന പരമ്പരകളിലേക്ക് തിരിഞ്ഞു. നെച്ചിക്കാട്ടച്ചൻ്റെ ലേഖനങ്ങൾ തീർച്ചയായും സാഹിത്യപരവും അനുഭവസമ്പന്നവുമാണ്. നമുക്കത് ചോദിച്ചറിയാം. ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചനെ മറ്റ് വൈദികരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളിലുള്ള മികവാണ്. ബഹുമാനപ്പെട്ട നെച്ചിക്കാട്ടച്ചൻ ഏതാണ്ട് 23 പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാസികകളിലും അതുപോലെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം അച്ഛൻ്റെ പങ്ക്തികൾ വരാറുണ്ട്. അച്ഛൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം വലിയ മാതൃക നൽകുന്നതും വലിയ അതിശയത്തോടു കൂടിയാണ് ഞങ്ങൾ അച്ഛനെ വീക്ഷിക്കുന്നതും. പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് അച്ഛൻ സാഹിത്യ പ്രവർത്തനങ്ങളിൽ നൽകിയ സംഭാവനകൾ അതുല്യമാണ്. ഈ അടുത്ത കാലത്ത് KCVC മാധ്യമ കമ്മീഷൻ അച്ഛന് ഗുരുപൂജ അവാർഡ് സമ്മാനിച്ചു.
അതിൽ ശാലോം മീഡിയ അവാർഡും അച്ഛന് ലഭിച്ചിട്ടുണ്ട്. ധാരാളം പുരസ്കാരങ്ങൾ അച്ഛന് സാഹിത്യ പ്രവർത്തനങ്ങളുടെ വിധത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലും അച്ഛൻ എഴുത്തിനു വേണ്ടിയും വായനയ്ക്ക് വേണ്ടിയും സമയം കണ്ടെത്തുന്നു എന്നത് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം എഴുത്തിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുവാനായിട്ട് അച്ഛൻ കാണിക്കുന്ന ഈ തീവ്രമായിട്ടുള്ള യത്നം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒത്തിരി ഉത്തേജനം നൽകുന്നതാണ്. അത് മറ്റ് വൈദികർക്ക് വലിയ പ്രചോദനം നൽകുന്നു. സഭയ്ക്ക് അച്ഛനൊരു മുതൽക്കൂട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഴമേറിയ വായനയിലൂടെയും ശക്തമായ അനുഭവ സമ്പത്തിലൂടെയും മാത്രമേ ഒരു നല്ല എഴുത്തുകാരൻ രൂപപ്പെടുകയുള്ളൂ. തൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ തിരക്കേറിയ നിമിഷങ്ങളിലും സമയം കണ്ടെത്തി 20-ലധികം മികച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് നെച്ചിക്കാട്ടച്ചൻ്റെ എഴുത്ത് വിശേഷങ്ങളെപ്പറ്റി നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. എങ്ങനെയാണ് അച്ഛൻ എഴുത്തിൻ്റെ വഴികളിലേക്ക് എത്തിച്ചേർന്നത്? തലശ്ശേരി രൂപത ഗിരിദീപം എന്ന മാസിക തുടങ്ങിയ കാലഘട്ടമാണ്. അതിൻ്റെ പത്രാധിപർ നരിക്കുഴേശനായിരുന്നു. അച്ഛൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ലേഖനങ്ങൾ എഴുതാൻ ആവശ്യപ്പെട്ടു. അത് പ്രസിദ്ധീകരിച്ചു. അതുകൂടാതെ ആ കാലഘട്ടത്തിൽ തന്നെ ദീപിക എൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ലേഖനങ്ങളെല്ലാം അതേപടി സ്വീകരിക്കാൻ തുടങ്ങി. അതെനിക്ക് പ്രചോദനമായി. ഞാൻ ഏറെ താമസിയാതെ ജീവിതം ഒരു വെല്ലുവിളി എന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അതിന് എന്തെന്നില്ലാത്ത സ്വീകരണം പൊതുജനങ്ങളിൽ നിന്നുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലേഖനങ്ങൾ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുന്നത് തുടർന്ന് എഴുതുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ അങ്ങോട്ട് എഴുത്തിലേക്ക് പതുക്കെ പതുക്കെ മാറി തീർന്നു. സ്നേഹമുള്ള അച്ഛ, അങ്ങയുടെ രചനകളിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും മനഃശാസ്ത്രവും രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട നിരവധിയായ അറിവുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള നിരവധി സംഭവങ്ങളുമുണ്ട്. എങ്ങനെയാണ് അച്ഛന് ഈ വിഷയങ്ങളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇത്ര സമഗ്രമായ രീതിയിൽ രചനകൾ നടത്താൻ കഴിയുന്നത്? എൻ്റെ സെമിനാരി പഠനം മുഖ്യമായിട്ടും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലുമായിരുന്നു. അതുകൂടാതെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ഉദാഹരണം ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ മനഃശാസ്ത്രവും ചരിത്രവും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. അതുകൂടാതെ റുവേൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീജിയസ് സയൻസ് എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ റഷ്യ, മധ്യപൂർവദേശങ്ങൾ ഒക്കെ സഞ്ചരിച്ച് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുടെ ചിന്താഗതി കൂടുതൽ സാത്മീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവയെല്ലാം എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനമാണ് ഈ രചനകളിലൂടെയൊക്കെ പ്രകടമായി കാണുന്നത്. ജീവിതം ഒരു വെല്ലുവിളിയാണ് എന്ന പേരിൽ 3 വാള്യങ്ങളായി അങ്ങ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവിതം ഒരു വെല്ലുവിളിയായി കാണുന്ന അനുഭവങ്ങളായിരിക്കുമല്ലോ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ രചിക്കാൻ അങ്ങേ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ജീവിതത്തെ ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് ഇത്ര സമഗ്രമായി ശക്തമായിട്ട് രചനകൾ നടത്താൻ അച്ഛൻ ശ്രമിക്കുന്നത്? ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി തന്നെയാണ്. വിശ്വസാഹിത്യകാരനായ തോമസ് കാർലൈൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഇറ്റ് ഈസ് ഈസി ടു ഡൈ ഡീസൻ്റ്ലി ദാൻ ടു ലീവ് മാൻഫുള്ളി. മനുഷ്യോചിതമായിട്ട് ജീവിച്ച് ജീവിതം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതിനേക്കാളൊക്കെ വളരെ എളുപ്പം ഡീസൻ്റായിട്ട് മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതം വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളിയോടെ ജീവിതത്തെ അഭിമുഖീകരിച്ചെങ്കിൽ നേരിട്ടെങ്കിൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യജീവിതം എന്ന് പറയുന്നത് അതിനെ നേരിട്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളെ അതിന് പ്രചോദിപ്പിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളത്. നെപ്പോളിയനും ഔറംഗസീബും നാറാണത്ത് ഭ്രാന്തനുമെല്ലാം നമുക്ക് ഏറ്റവും സുപരിചിതരായ കഥാപാത്രങ്ങളാണ്. എന്നാൽ അച്ഛൻ്റെ രചനകളിൽ ഈ ചരിത്ര പുരുഷന്മാരെല്ലാം
വളരെ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ അവരെ അവതരിപ്പിക്കുന്നത്. ഇത് അങ്ങയുടെ രചനകളിലുള്ള ഒരു പാഠഭേദമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ചരിത്രം അതേപടി അവതരിപ്പിക്കുന്നത് ഒരു സാഹിത്യകാരൻ്റെ, ചിന്തകൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ധർമ്മമല്ല. ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ചില പ്രത്യേക ചിന്തകളിലേക്ക്, പ്രബോധനങ്ങളിലേക്ക് അനുയായികളെ തിരിച്ചുവിട്ടെങ്കിൽ മാത്രമേ അവൻ്റെ ധർമ്മം പൂർത്തിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്രകാരം ചരിത്ര സംഭവങ്ങളെ ആധാരമാക്കിയിട്ട് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ചിന്തകൾ വായനക്കാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രാചീന ശിലായുഗം മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആധുനിക യുഗം വരെയുള്ള ചരിത്ര സംഭവങ്ങളും അവയുടെ സ്പന്ദനങ്ങളും മനഃശാസ്ത്രവുമെല്ലാം അങ്ങയുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ചരിത്രത്തിലൂടെ ജീവിതത്തെ ശക്തമായി അഭിമുഖീകരിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങ് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്? എൻ്റെ പഠനം ചരിത്രത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിരുദാനന്ത ബിരുദവും ചരിത്രത്തിലാണ്. ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചരിത്രമാണ്. ഹിസ്റ്ററി ഈസ് ദ സ്റ്റോറി ഓഫ് മാൻ. പ്രാചീന ശിലായുഗം മുതലാണ് അത് ആരംഭിക്കുക. എക്കാലത്ത് എന്ന് മനുഷ്യന് സ്വന്തം വരകളിലൂടെയും സ്വന്തം പോറലിലൂടെയും മറ്റും തങ്ങളുടെ ജീവിതത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ ചരിത്രം ആരംഭിക്കുകയാണ്. അത് ഇങ്ങോട്ട് വന്ന് ആധുനിക മനുഷ്യൻ്റെ കാലം വരെ ചരിത്രം എത്തി നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്രം എല്ലാ ഭാഗങ്ങളും എല്ലാ ശാഖകളും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് ഇവ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും ഫ്രെഡറിക് നീഷേയും ആൽഫ്രഡ് നൊബേലും ചാർലി ചാപ്ലിനും കാർഡിനൽ ഫുൾട്ടൻ ജെ ഷീനും ഖലീൽ ജിബ്രാനുമെല്ലാം അങ്ങയുടെ ഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങളാണ്. ഇവരുടെ പ്രബോധനങ്ങളെക്കാൾ ഉപരിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായിരിക്കുന്നത്? സോക്രട്ടീസും അരിസ്റ്റോട്ടലും ഖലീൽ ജിബ്രാനും ഫുൾട്ടൻ ജെ ഷീനും ഒക്കെ എൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവരൊക്കെ പൂർണ്ണമായ ചിന്തകരല്ല. നീഷയ്ക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ടീച്ചർ എന്നാണ് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് ടീച്ചർ ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവാണ്, ലോകൈക ഗുരുവാണ്. ആ ഗുരുവിനെ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ പ്രബോധനങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് താനും. 100% പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചത് യേശു മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ വക പ്രബോധനങ്ങളുടെ പശ്ചാത്തലത്തിൽ, അവരുടെയൊക്കെ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് യേശുവിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ലക്ഷ്യം, പ്രേക്ഷിത പ്രവർത്തനം യേശുവാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ എഴുത്തുകാരുടെ എല്ലാം ചിന്തകൾ സാത്മീകരിച്ചുകൊണ്ട്, ക്രോഡീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും മിഷൻ ജീവിതവും ഒക്കെ അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ കേന്ദ്രീകരിച്ച് അവസാനിപ്പിക്കാൻ കാരണം. മറ്റാരേക്കാളും സ്നേഹത്തിൻ്റെ ഫിലോസഫിയായി നമുക്ക് മുന്നിൽ അവതരിച്ച യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് അച്ഛന് പ്രധാനം. തൻ്റെ തൂലികയിലെ അവസാന വാക്കും അവനു വേണ്ടിയാണെന്ന് ഈ വൈദികന് ഉറച്ച ബോധ്യമുണ്ട്. ഇത്
വാക്കിന്റെ ബലിവേദി. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങൾ.